ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ വാരാചരണത്തോടടുക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇതിനോടകം തന്നെ ഒരു ആത്മീയ പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകും. കുറച്ചു നേരം മിണ്ടാതിരിക്കാനും, പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും, ആത്മീയമായ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവാനും, മനുഷ്യന്മാരെ നോക്കാതിരിക്കാനും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മാവാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആത്മാവിലൊരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹൃദയത്തിലൊരു മാറ്റം. കാരണം ദൈവം തിരഞ്ഞെടുത്ത ആത്മാക്കളെ ദൈവം എല്ലാ കാലത്തും, അല്ലെങ്കിൽ ദൈവത്തോട് എസ് പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാരെ ദൈവം അതതിൻ്റെ സമയങ്ങൾ വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ രൂപമാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ തിരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നത് എ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന പേരിലാണ്. ഈ പേരിന് പുറകിൽ ഇപ്പം ഇങ്ങനെ ഇത് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണം, പാപിയായിരുന്ന ഒരു വ്യക്തിക്ക് നേരെ യേശുക്രിസ്തു നീട്ടിയ കരമാണ്. ആ കരം യേശുക്രിസ്തു പാപിയായ ഒരാളോട് നീട്ടിയത് കൊണ്ട് ആ പാപത്തിൽ കിടന്ന ആൾ കയറി വരികയാണ്. അതിനുശേഷം ആ പാപത്തിൽ നിന്ന് കയറി വന്ന ഒരു വ്യക്തി പിന്നെ ഒരുപാട് ഇതുപോലെ കുറവുകളുള്ള, പോരായ്മകളുള്ള പാപികളായ മനുഷ്യർ കാണുമ്പോൾ അവർക്ക് നേരെ കരുണയുടെ ഒരു കരം നീട്ടേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എ ഹാൻഡ് ഓഫ് മേഴ്സി എന്നുള്ള ഒരു പേരിട്ടതും. അതിൻ്റെ ഒരു സിമ്പൽ രണ്ട് കൈകളായിരിക്കും, അത് ഒരാൾ കയറ്റിയെടുക്കുന്ന പോലത്തെ ഒരു കൈകളായിരിക്കും. അപ്പം അതിന് പുറകിലുള്ള കാരണം ഇതാണ്, കരുണയുടെ ഒരു കരം പാപിയായ എനിക്ക് മുമ്പിൽ കർത്താവ് നീട്ടി. ആ കരമാണ് അതെന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെപ്പോലെ ഒരിക്കൽ പുറകിലായി പോയ, മാറ്റി നിർത്തപ്പെട്ട, മുറിവേറ്റ മനുഷ്യർക്ക് നേരെ നീട്ടണം. അതെൻ്റെ ആത്മീയ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഞാനത് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലും എന്നെ കേൾക്കുന്നവരും ഇനിയും ഒരുപാട് പേർക്ക് നേരെ ആ കരം നീട്ടേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ വിശുദ്ധ വാരാചരണത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഈ കോർ എലമെൻ്റ് ഓഫ് ദിസ് ചാനൽ എന്ന് പറയുന്നത് പാപികളോടുള്ള യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അപ്പം ഞാൻ ഇന്ന് പാപികൾക്ക് ഈശോയെ എങ്ങനെ സ്നേഹിക്കാം എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് ബൈബിളിൽ നിന്ന് എടുത്ത് പഠിക്കാനുള്ളൊരു കഥാപാത്രമാണ് മഗ്ദലന മറിയം. സമൂഹം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മാനസികമായ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് എൻ്റെ ഒരു ഏർലി മാരേജ് ഒക്കെ നടക്കുന്നത്. അത് നമ്മൾക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ധാരണ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിനൊക്കെ നമ്മൾ മറ്റൊരു പെർസ്പെക്റ്റീവിലാണ് കാണാം, സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവിലൂടെ. അതിൻ്റെ ഭാഗമായിട്ട് ഈ സൊസൈറ്റിയുടെ മറ്റൊരു വേർഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് പോയാൽ, അതായത് നിങ്ങൾ ഒരു വലിയ എക്സാം എഴുതിയിട്ട് അതിൽ പരാജയപ്പെടുന്നു, നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുന്നു, ബിസിനസ് തകരുന്നു, നിങ്ങളൊരു പ്രണയ വിവാഹത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു അപവാദം നാട്ടിൽ പറഞ്ഞ് പരത്തപ്പെടുന്നു, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ, അതായത് ഇന്ന പോലെ ആയിരിക്കണം മനുഷ്യന്മാർ എന്നൊരു സൊസൈറ്റിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആയ ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും സൊസൈറ്റിയുടെ റിജക്ഷൻ. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ബൈബിളിലെ മഗ്ദലന മറിയം. ഒന്ന് സൊസൈറ്റിയുടെ റിജക്ഷനാണ്. മറ്റൊന്ന്, ഒരാളും മിക്ക മനുഷ്യരും ഇത്തരം പ്രോസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് പുറകിൽ ആരുടെയൊക്കെയോ ചതിയും വഞ്ചനയും, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മോശം ഇടപെടലുകളുണ്ട്. ആരും അറിഞ്ഞുകൊണ്ട് ഈ തൊഴിലിലേക്ക് വന്നു പെടുന്നതല്ല. അവരുടെ ജീവിതം അവരവിടെ കൊണ്ട് എത്തിക്കുന്നതാണ്. ഒരു 90% കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾ നിരന്തരമായ പല കഥകളും കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അവരറിഞ്ഞുകൊണ്ട് അതിലിപ്പോൾ എന്ന് പെടുന്നതല്ല. ആരും പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ജനിക്കുന്നൊന്നുമില്ലല്ലോ. ആ സാഹചര്യങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അപ്പം നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന, നിങ്ങൾക്ക് ആരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റോറി നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ ബിസിനസ് തകർന്നത്, എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷയിൽ എനിക്ക് എൻ്റെ സ്ട്രഗിൾ മൊത്തം ഞാൻ ചെയ്തിട്ടും ഞാൻ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഞാൻ തോറ്റുപോയി. ഇതിനൊക്കെ പുറകിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കഥയുണ്ടായിരിക്കും, മറ്റുള്ളവർ കാണുന്നൊരു കഥ മറ്റൊന്നായിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾ മഗ്ദലന എന്ന റെപ്രസെൻറ്റേറ്റീവിനെ നമ്മുടെയൊക്കെ മഗ്ദലനയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ലോൺലിനെസ് ആണ്. നമ്മളെ സ്നേഹിക്കാൻ മനുഷ്യന്മാർക്ക് കാരണങ്ങൾ വേണം. അവരാഗ്രഹിക്കുന്ന പോലെ ആയാൽ മാത്രമേ അവർ നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു. പെറ്റമ്മ പോലും പലപ്പോഴും അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഒരു പരാജയപ്പെട്ട മനുഷ്യനായാൽ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ നിങ്ങൾക്ക് ചുറ്റും വളരെ കുറവാണ്. ചിലപ്പോൾ പറയും അത് കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ ജോലിക്ക് പോകാതെ, അല്ലെങ്കിൽ പരാജയപ്പെട്ട മനുഷ്യനായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനുഷ്യരായതുകൊണ്ട് അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റം, മുഖഭാവങ്ങളിൽ വരുന്ന മാറ്റമൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇടറുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതോ ഒരു തരത്തിലുള്ള ലോൺലിനെസ് ഈ കുറവുള്ള മനുഷ്യന്മാരൊക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് പെർഫെക്റ്റ് അല്ലാത്ത ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഗുഡ് നെയിം അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എല്ലാവരും ഒരു ഗുഡ് നെയിം വേണം, സ്റ്റാറ്റസ് വേണം എന്നുള്ള.
നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് പാത്തിലേക്ക് കോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ തകർക്കപ്പെടും കേട്ടോ. ആത്മാവിനെ രക്ഷിക്കാൻ നിങ്ങളുടെ ഗുഡ് നെയിമിനെ തകർക്കണമെന്നാണ് കർത്താൻ തോന്നുന്നതെങ്കിൽ ദൈവം നിങ്ങളുടെ ഗുഡ് നെയിമിനെ തകർക്കും. ആത്മാവിനെ രക്ഷിക്കാൻ നിങ്ങളുടെ സ്റ്റാറ്റസിനെ തകർക്കണമെന്നാണ് ദൈവത്തിന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസിനെ തകർക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയാണ് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ ദൈവത്തിന് തടസ്സമെങ്കിൽ ദൈവം അതിനെയും തകർക്കും. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. കാരണം രണ്ടും ലാസിൽ വെച്ച് അളക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അത്രയും മൂല്യമുണ്ട് നമ്മുടെ ആത്മാവിന്. സോ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ മതിലായി നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും, അത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുതരുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇതെല്ലാം തകർക്കാനും നിങ്ങളെ ആത്മാവിനെ രക്ഷിക്കാനും നിങ്ങൾക്കത് അല്പം വേദന തരുമെങ്കിലും സങ്കടം തരുമെങ്കിലും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കൂ. അതിനോട് സഹകരിക്കുക എന്നത് മാത്രമാണ് ഒരു ആത്മാവിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പം അതുപോലെയുള്ള തകർക്കപ്പെടലുകളുടെ അനുഭവം നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്ക് മഗ്ദലനയുമായിട്ട് കണക്ട് ആവും. മനസ്സിലാക്കപ്പെടാതെ പോവുക, റിജക്ഷൻ ഉണ്ടാവുക, പെയിൻ ഉണ്ടാവുക, സ്ട്രഗിൾ ഉണ്ടാവുക, ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സംഘർഷങ്ങളുടെ പാത. ഇതെല്ലാം ഇനി ജീവിതത്തിൽ തെറ്റുപറ്റുന്ന മനുഷ്യർ, തെറ്റുപറ്റുക എന്ന് പറയുന്നത് ഒരുപാട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് അയാൾ തെറ്റ് ചെയ്തത്? ഞാനൊരു അക്ഷരം തെറ്റിച്ചെഴുതി, ഒരു വാക്ക് തെറ്റിച്ചെഴുതി, ANT എന്നാണ് എൻറ്റിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ, ഞാനത് NAT എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ അതിനെ തെറ്റിടും. മനുഷ്യന്മാരിങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന ആക്ഷനെയാണ് അവർ കാണുന്നതും വിലയിരുത്തുന്നതും. അതിന് പുറകിലുള്ള നമ്മുടെ തോട്ടിനെ ആരും കാണണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ ശരിയായിരുന്നിരിക്കാം, ചെയ്തപ്പോൾ അത് എവിടെയോ തെറ്റിപ്പോയതായിരിക്കാം. നമ്മൾ മനഃപൂർവ്വം തെറ്റ് ചെയ്തതായിരിക്കണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ തെറ്റായിരിക്കാം. ഇപ്പം ANT എൻ്റെ എഴുതുന്നതിന് പകരം NAT എന്ന് എഴുതിയത് ആണ് ആദ്യം വരിക എന്നാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ എനിക്കറിയാവുന്നതാണ് ഞാൻ അവിടെ എഴുതിയത്. അതങ്ങനെയല്ല, എൻ്റെ ബേസിക് ആയിട്ടുള്ള നോളജേ തെറ്റാണ്. ജീവിതത്തെക്കുറിച്ച്, ശരി തെറ്റുകളെക്കുറിച്ച്, ബോധ്യങ്ങളെക്കുറിച്ച്, പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച്, കാഴ്ചപ്പാടുകളെക്കുറിച്ച്, തിരിച്ചറിവുകളെക്കുറിച്ച്, ഫാമിലിയെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റേ തെറ്റായിട്ടാണ് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആയിട്ടുള്ളതെങ്കിൽ അത് എവിടെ നിന്നോ വന്നതാണ്. നമ്മളതിന് തെറ്റ് മനസ്സിലാക്കി എന്നുള്ളതിന് നമ്മൾ എവിടെ നിന്നോ തെറ്റായ കാര്യങ്ങൾ മനസ്സിലേക്ക് ലേൺ ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റാം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതാണ് ഏറ്റവും കഠിനമായ അവസ്ഥ. അതായത് ഇത് ചെയ്താൽ പ്രശ്നമാണെന്ന് നമുക്കറിയാം, അവനെ ഇച്ചിരി ബുദ്ധിമുട്ടട്ടെ എന്ന് ക്രൂവലാവുന്ന മനുഷ്യരുണ്ട്. അവരുടെ രക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഏതൊക്കെയോ ഇൻറ്റൻഷനിലല്ലാതെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരും ഉണ്ട്. സോ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകൾ ഇതൊന്നും അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അവൻ തെറ്റ് ചെയ്തത്? അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നോ? ഇനി മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത മനുഷ്യന്മാരുണ്ട്, അവർക്ക് തെറ്റ് പറ്റും. ഇപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട്, മെൻ്റലി ഭയങ്കരമായിട്ട് അവൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ ശരിയും തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവൾ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് അവളെ പേഴ്സണലി അറിയാം. ഷീ ഈസ് ഹാൻഡിലിങ് വിത്ത് ഒരുപാട് കാര്യങ്ങൾ അവൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെൻ്റലി അവളുടെ ലോവസ്റ്റ് മൊമെൻറ്റിലാണ് അവൾ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്ട്രഗിൾ കൊണ്ടാണ്, അതിൻ്റെ ഒരു ഔട്ട്കമാണ് അവളുടെ ഈ ഒരു, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ അല്ല എങ്കിൽ ശരിയും തെറ്റും നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യാം? നമ്മുടെ മൈൻഡ് ആദ്യം സ്റ്റേബിൾ ആവണ്ടേ. ഞാൻ ഒരു എക്സ്പീരിയൻസോടെ കടന്നു പോയിട്ട് എനിക്ക് പേടി പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതിനുശേഷം ഞാൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മെൻ്റലി സ്റ്റെബിലിറ്റി അപ്പം നഷ്ടപ്പെട്ടു. ഞാൻ പേടിക്കാൻ തുടങ്ങി, എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ തുടങ്ങി, എനിക്ക് ഫോബിയാസ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വിചാരം എനിക്ക് സേഫ് ആവണം, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ശരിയാവും, അങ്ങനെ ചെയ്താൽ ശരിയാവും. എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു മെഷീൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രം അത് കൃത്യമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കാണിക്കും. ആ മെഷീനെ കേടാണെങ്കിൽ അതിൽ എറർ കാണിക്കും അല്ലേ, അതിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയും തെറ്റ് പറ്റുന്നവരുണ്ട്. ഇതൊന്നും ആരും അന്വേഷിക്കാനും പോകുന്നില്ല, വിലയിരുത്താനും പോകുന്നില്ല, അനലൈസ് ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ തെറ്റുപറ്റി, ഇവൻ തെറ്റുകാരനാണ് എന്ന് പറയാനാണ് നിങ്ങൾക്ക് ചുറ്റും മനസ്സിലുണ്ടാവുക. കല്ലേറുകളുടെ അനുഭവമാണത്. നിങ്ങളെ കല്ലെടുത്തെറിയാൻ വേണ്ടി കല്ലെടുത്ത് പിടിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ വരെ ഉണ്ടാവും. ഈ മഗ്ദലന ആരുടെ കൂടെ തെറ്റ് ചെയ്തോ ആ ആളും മഗ്ദലനെ കല്ലെറിയാൻ വേണ്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. നിങ്ങളോട് കൂടെ ഒരു കാര്യം ചെയ്ത മനുഷ്യരാ, അവർ വരെ നിങ്ങൾ ഇട്ടിട്ട് പോകും. എന്നിട്ട് നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞാൽ അവർ നല്ലവരാ. നമ്മൾ അപ്പം ഹെൽപ്ലെസ് ആയി പോകും. എനിക്ക് തെറ്റുപറ്റിയെന്ന തിരിച്ചറിവ് തന്നെ എന്നെ മാനസികമായിട്ട് തളർത്തും അല്ലേ. നമുക്ക് എനിക്ക് തെറ്റുപറ്റിയല്ലോ ദൈവമേ, അത് തന്നെ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റേജ് നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. എനിക്ക് തെറ്റ് പറ്റിയെന്നുള്ളത് സത്യമാണ്. എന്നോട് ആളുകളോട് കരുണ കാണിക്കാൻ പറയണേ. നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കരുണ ആഗ്രഹിക്കും, മനുഷ്യന്മാരിൽ നിന്ന് കരുണ ആഗ്രഹിക്കും, കുടുംബാംഗങ്ങളിൽ നിന്ന് കരുണ ആഗ്രഹിക്കും. ഞാൻ ഈ പരീക്ഷയിൽ തോറ്റുപോയി, എന്നാലും എന്നോട് കരുണ കാണിക്കാൻ, അതായത് ആ ഇടപെടലുകളിൽ കുറച്ച് കരുണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വീട്ടുകാർ നമ്മളെ
അമ്മ അത് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഹസ്ബൻഡ് അതൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അത് എനിക്ക് പറ്റിപ്പോയി, അത് ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാം? എന്താ ചെയ്യണ്ടേ? ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി ആൾ ഉപേക്ഷിച്ച് പോവുകയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് അയാളെ നമ്മൾ ഉപേക്ഷിച്ച് പോയാൽ അയാൾക്ക് എന്താ ഉണ്ടാവാം? ഇതൊക്കെ നമ്മളാണ് തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ സ്ഥാനത്തെങ്കിൽ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് തെറ്റ് ചെയ്യുന്ന സ്ഥാനത്തെങ്കിൽ അത്രയൊന്നും വിശാല മനസ്കത നമുക്കും ഉണ്ടാവില്ല. അപ്പം നമ്മൾ കരുണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരുണ കൊടുക്കാൻ എന്തുമാത്രം നമുക്ക് കഴിയുമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്ക് അതിനുള്ള വലിയ കഴിവൊന്നും ദൈവം തന്നിട്ടില്ല. ദൈവം തന്നിട്ടുണ്ട്. സ്വാഭാവികമായ മനുഷ്യന് അത്രയും വലിയ കഴിവൊന്നും ഇല്ല. അത് അവൻ ആർജിച്ചെടുക്കണം. അതിന് അവൻ ആദ്യം കരുണ കിട്ടുന്ന പൊസിഷനുകളിൽ നിൽക്കണം. ഇപ്പം ഞാൻ ഒരുപാട് ഇതുപോലെ കരുണ തോന്നണേ സൊസൈറ്റി, ഞാൻ ഇനി ഒരു തെറ്റിന് ഒരുപാട് വർഷം ശിക്ഷിക്കും. ഒരിക്കലും പാപം ചെയ്താലും എന്നും പാപം ചെയ്താലും അവൻ പാപി തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയും ആദ്യമായിട്ട് മോഷ്ടിക്കുന്ന കള്ളനും മോഷണം തൊഴിലാക്കിയവനും കള്ളൻ തന്നെയാണ്. അപ്പോൾ ഒരു മനുഷ്യനൊരു തെറ്റ് പറ്റിയാൽ അവൻ തെറ്റുകാരൻ തന്നെയാണ്. അവനെ പിന്നെ തെറ്റുകാരനല്ല, അവനിപ്പോൾ നന്നായി എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ എണ്ണം വളരെ കുറവാണ്. അവൻ നന്നായി, പക്ഷെ പണ്ട് അവൻ ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു. അത് പറയാതെ അവനെ റെസ്പെക്റ്റോടു കൂടെ സ്വീകരിക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം കുറവാണ്. മഗ്ദലനയെ നമ്മൾ ഇപ്പോഴും എന്താ വിളിക്കുന്നത്? പാപിനിയായ സ്ത്രീ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഈശോയുടെ കൂട്ടുകാരി എന്ന് വിളിക്കുന്നുണ്ടാ? ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യ എന്ന് വിളിക്കുന്നുണ്ടാ? യോഹന്നാൻ പോലും ചങ്കിച്ചാരി കിടന്നവൻ പോലും ഇട്ടിട്ട് പോയപ്പോൾ കൂടെ നിന്നവൾ എന്ന് വിളിക്കുന്നുണ്ടോ? നമ്മളിപ്പോഴും പാപിനിയായ മറിയം തന്നെയാണ് വിളിക്കുന്നത്. വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലും മഗ്ദലന ഇപ്പോഴും പാപിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ തെറ്റുകളൊക്കെ മറന്ന് മനുഷ്യന്മാർ സ്വീകരിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രാക്ടിക്കലില്ലായ്മ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും നടക്കണ കാര്യമല്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് തെറ്റുകളുടെയും കുറവുകളുടെയും ബലഹീനതകളുടെയും തളക്കദോഷങ്ങളുടെയും ഒക്കെ സംഘർഷത്തിലായിരിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ഒരാൾ സ്വർഗത്തിൽ നിന്ന് വന്നത്. മനുഷ്യപുത്രൻ, ദൈവത്തിൻ്റെ മകൻ, മാനവകുലത്തിലെ പാപികൾക്ക് വേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധവാരം ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ആരാണ്? പാപികളാണ്, കുറവുള്ളവരാണ്. പക്ഷെ ആ ഒരു ബോധ്യമില്ലായ്മയാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്. പക്ഷെ ഒരാൾ നമ്മളെ പാപിയാണ് നമ്മളെന്ന് പറയുന്ന സമയത്ത് അവൻ്റെ തെറ്റുകളെ കുറിച്ച് ധാരണയില്ല. ഇപ്പം ഞാൻ റീസെൻ്റ്ലി എന്നെ ദൈവം ഇതുപോലൊരു അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി. എൻ്റെ കുറവുകളൊക്കെ ഒരാളിങ്ങനെ പറയുവാണ്. എനിക്കുള്ള കുറവുകൾ മറ്റാൾക്കില്ല, അത് ശരിയാ. പക്ഷെ മറ്റാൾക്ക് അയാളുടേതായ കുറവുകളുണ്ട്. പക്ഷെ അതൊന്നും ആരും ചിന്തിക്കത്തില്ല. മഗ്ദലനെ കല്ലെറിഞ്ഞ മനുഷ്യന്മാരൊക്കെ മഗ്ദലനയോടൊപ്പം പാപം ചെയ്തവരും ഉണ്ട് ആ കൂട്ടത്തിൽ. ഈ പാപം മറ്റുള്ളവരായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. മനസ്സിൽ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനും ഉണ്ട്. ഒരു വിശുദ്ധ ജീവിതം നയിക്കാത്തവനുണ്ട്. മോഷ്ടിക്കുന്നവനുണ്ടാകും, ചുങ്കക്കാരും ഉണ്ടാകും. പലതരം പാപം ചെയ്യുന്നു. ഇപ്പം ചിലപ്പോൾ മഗ്ദലന ചെയ്യുന്ന പാപം ചെയ്യുന്നവരുണ്ടാവില്ല. പക്ഷെ അസൂയുള്ളവരുണ്ടാവും, മത്സരിക്കുന്നവരുണ്ടാവും, മറ്റ് പല പാപം ചെയ്യുന്നവരുണ്ട്. പക്ഷെ മഗ്ദലനോടൊപ്പം ഞാൻ പാപം ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ പാപം ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഈ കല്ലെടുത്ത് പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാർ നിങ്ങൾക്ക് കാണും. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പാപികളായ മനുഷ്യരെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമുക്ക് വേണ്ടിയാണ് ഈ ചരിത്രം മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് അവിടുന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. ചെറുതായത്, സ്വയം ശൂന്യനായത്, ശിഷ്യന്മാരുടെ കാല് കഴുകിയത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. ദൈവത്തിന് അറിയാം ഇത്തരം ദുർബലരായ മനുഷ്യരോടൊന്നും ലോകം കരുണ കാണിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്ന് കൈ വിരിച്ചു പിടിച്ച് കിടന്ന് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹാനുഭവത്തിലേക്കാണ് ഈ വിശുദ്ധ വാര ആചരണത്തിൽ നിങ്ങൾ വരേണ്ടത്. നിങ്ങളുടെ കുറവുകളുടെയും പോരായ്മകളുടെയും പാപത്തോടെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ലോകം നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കുറവുകളെ പ്രതി ലോകം നിങ്ങളെ മാറ്റി നിർത്തുന്നു, നിങ്ങളുടെ ബലഹീനതകളെ പ്രതി പിന്നെയും അത് പറഞ്ഞ് നിങ്ങളെ മുറിപ്പെടുത്തുന്നു, നിങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഒരിക്കൽ തെറ്റുപറ്റിയതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്നും പറ്റാവുന്നതൊക്കെ അടിച്ചു മാറ്റുന്നു. നിങ്ങളെ മാനസികമായും എല്ലാ തരത്തിലും നിങ്ങളെ പരമാവധി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന മനുഷ്യന്മാരുള്ള ഒരു ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ക്രൈസ്റ്റ് നിങ്ങളോട് പറയുവാണ്, ഈശോ നിങ്ങളോട് പറയുവാണ്, മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യു ആർ പ്രഷ്യസ്, നീ വിലയുള്ളവളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന, എൻ്റെ പൊന്നു കർത്താവേ, പത്രോസ് പറഞ്ഞ പോലെ ഞാൻ പാപിയാണേ, എനിക്ക് കുറവുണ്ടേ, എൻ്റെ പെറ്റമ്മയ്ക്ക് പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ലേ, എൻ്റെ കൂട്ടുകാരെന്നെ വിട്ടിട്ട് പോയേ, എനിക്ക് ഒരുപാട് തെറ്റുണ്ടേ, ഞാൻ കുറവുള്ളവളാണേ എന്ന് ഞാനിങ്ങനെ നിലവിളിക്കുമ്പോൾ ഈശോ പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പാപം അവൻ ഓർക്കില്ല, പാപി അവൻ സ്നേഹിക്കും. ആ നിമിഷം മുതലേ നമുക്കൊരു പുതിയ ജീവിതമാണ്. ദൈവം എന്നെ വലിയ വേദനകളിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടാണ് എനിക്ക് ഇതെല്ലാം റീകളക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് ഓർമ്മ തന്നത്, എൻ്റെ തുടക്ക കാലഘട്ടം എന്നെ ഓർമ്മ. ഇത് ശരിക്കും ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം കേട്ടോ. കാരണം ഞാൻ വർഷങ്ങൾ കഴിയുമ്പം ഈ ഒരു സ്റ്റേജിലൊക്കെ ജീവിച്ച ജീവിതം ഞാൻ മറന്നുപോയി. നമ്മൾ മുന്നോട്ട് ഒത്തിരി ഇമ്പ്രൂവ് ആയ ലൈഫ്. പക്ഷേ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും എവിടെ നിന്നാണ് വന്നത്. പാപികൾക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, പാപികൾക്ക് വേണ്ടിയാണ് ഈശോ വന്നത്. എന്നിട്ട് ഒരു പാപിയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? പാപിയെ സ്നേഹിക്കാനും കുറവുള്ള മനുഷ്യനെ സ്നേഹിക്കാനും ആർക്ക് പറ്റും?
എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ സ്നേഹിക്കാൻ മാത്രമേ ലോകത്തിന് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളപ്പോഴാണ് ക്രിസ്തു എന്ത് ഡിഫറെൻറ്റ് പാത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്, എന്ത് ഡിഫറെൻറ്റ് പാത്തിലാണ് ക്രൈസ്റ്റ് ജീവിതം ജീവിച്ചു തീർത്തിട്ടുള്ളത്. പറഞ്ഞാലും തീരില്ല. അവൻ്റെ സ്നേഹവും അവൻ്റെ കരുണയും കരുതലും വളരെ വിലയുള്ളതാണ്. ഈ വിശുദ്ധവാരം പാപികൾക്ക് വേണ്ടിയുള്ളതാണ്, കുറവുള്ളവന് വേണ്ടിയുള്ളതാണ്. നമുക്കൊരു പുതിയ ജീവിതമുണ്ട്. ഞാനും അവിടെ നിന്നൊക്കെ വന്നതാണ്. ഈ പറഞ്ഞ എല്ലാം എൻ്റെ അനുഭവമാണ്. ഇതെല്ലാം ഞാൻ അനുഭവിച്ചതാണ്. അവിടുന്ന് കർത്താവിൻ്റെ കൈ പിടിച്ചു ഉയർത്തി കൊണ്ടുവന്നു. ഇന്നിപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങുമ്പോൾ കർത്താവ് പറയും ഇതൊന്നും അല്ല, ഇതിനൊന്നും ഒരു വിലയില്ല. ഇപ്പം എവിടെയെങ്കിലും വെച്ച് ഇതൊക്കെ ഇങ്ങനെയൊന്നും അല്ല, കുറച്ച് ബെറ്റർ ലൈഫിലേക്ക് വന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴേക്കും മുട്ടുകുത്തി കൈ പിടിച്ച് ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചേക്കണം. പാപിയായിരുന്ന എന്നെ സ്നേഹിച്ചൊരു കർത്താവ്, ആ മുഖം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആ ഈശോയെ പ്രൊക്ലെയിം ചെയ്യാൻ, പ്രസംഗിക്കാൻ, പ്രബോധിപ്പിക്കാൻ, മനുഷ്യരോട് പറയാൻ, ഇതാ മോനെ എന്ത് രോഗത്തിലും പാപത്തിലും കുറവിലും പോരായ്മകളിലും ഈശോ ഉണ്ട്. ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യന്മാർ തരുന്നതല്ല നിന്റെ വില ഈശോ തരുന്നതാണ്, നിനക്ക് വിലയുണ്ട് എന്ന് പറയാനുള്ള ആത്മീയ ജ്ഞാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആത്മീയ ശക്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പാപികളുടെ വാരമാണ് ഈ വിശുദ്ധവാരം. പാപികൾക്ക് ഒരു രക്ഷയുണ്ടെന്ന് പറയാൻ വേണ്ടി വന്ന കർത്താവിനെ ഓർമ്മിക്കുന്ന ഒരു വാരമാണ് വിശുദ്ധവാരം. ആ വിശുദ്ധവാരത്തിൽ ഒരു വലിയ ആത്മീയമായ വലിയ മാറ്റത്തിലേക്ക് നിങ്ങളുടെ ആത്മാവ് പ്രവേശിക്കട്ടെ. ആത്മീയ അഭിഷേകത്തിലേക്ക്, അതിൻ്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ആത്മാവിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ പുതുക്കിപ്പണിലുകൾ നടത്തട്ടെ. ദൈവത്തിന് ഇഷ്ടം പോലെ നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആമേൻ.